ലോകേഷ് കനകരാജ് സിനിമ സാക്ഷാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകൻ നമുക്ക് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ കൂലി എല്ലാവരും കണ്ടവർ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഫാൻസുകാർക്ക് മാത്രമുള്ളതാണ്. അതിനിടയിൽ കയറി കുറേ ആളുകൾ കയറി പോയിട്ടുണ്ട്. ബൈ ദ വൈ നമ്മുടെ കോക്കണിൻ്റെ റിവ്യൂ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പുള്ളി എന്താണ് പറയാൻ പോകുന്നത്, എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പറയാൻ പുള്ളിക്ക് കഴിയുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അറിഞ്ഞത്. പുള്ളിക്ക് വ്യത്യസ്തമായിട്ടൊന്നും പറയാനില്ലായിരുന്നു. പഴയ പോലെ തന്നെ ഫുള്ള് കുറ്റങ്ങൾ മാത്രമേ പുള്ളി പറയുന്നുള്ളൂ. കാരണം കുറച്ചായിട്ട് പുള്ളിയുടെ അക്കൗണ്ടിൽ റീച്ച് കുറവാണ്. സോ അതുകൊണ്ട് റീച്ച് കൂട്ടാൻ വേണ്ടി ലാലേട്ടൻ്റെ പടങ്ങൾ മുതൽ ഇപ്പോൾ രജനീകാന്തിൻ്റെ പടം വരെ ഫുൾ കുറ്റങ്ങൾ മാത്രം. ബൈ ദ വൈ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ സിനിമ കണ്ട് തിയേറ്റർ വിടുന്നവരെ ആ സിനിമയുടെ കഥയും അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ മനസ്സിൽ നിൽക്കാറുള്ളൂ. പിന്നീട് അത്രയും നല്ല പടങ്ങളെ മാത്രമാണ് നമ്മൾ ഒരു കുറച്ച് ദിവസം നമ്മുടെ ആ ഇമ്പാക്റ്റ് ആ പടത്തിലെ കുറേ സീൻസിലൊക്കെ നമ്മളെ മനസ്സിൽ ഓർത്ത് വെക്കാറുള്ളൂ. അതൊഴിച്ചാൽ ബാക്കി അതിൻ്റെ കഥയിന് ഇപ്പോൾ ഫേമസ് അല്ലാത്തൊരു ഡയറക്ടറാണെങ്കിൽ അതിൻ്റെ പേര് പോലും നമ്മൾ ഓർക്കില്ല. ക്യാമറമാൻ്റെ പേര് ഓർക്കില്ല, അതിൻ്റെ കോറിയോഗ്രാഫറിൻ്റെ പേര് ഓർക്കില്ല, ഡാൻസ് മാസ്റ്ററിൻ്റെ പേര് ഓർക്കില്ല, എന്തിന് മ്യൂസിക് ഡയറക്ടറിൻ്റെ പേര് പോലും ഓർക്കില്ല. അതിൽ ആരാണ് എഡിറ്റ് ചെയ്തത് പോലും നമ്മൾ ഓർക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇവരെ പോലുള്ള ബുദ്ധിജീവികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സിനിമ കാണാൻ മുമ്പ് ഒരു ബുക്കും ഒരു പേനയായിട്ട് പോകും. എന്നിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സീൻ ബൈ സീൻ നെഗറ്റീവ്സ് അത് നോട്ട് ചെയ്യും, എന്തൊക്കെയാണ് മിസ്റ്റേക്കുകളെന്ന് മാത്രം നോട്ട് ചെയ്യും. ടിൽ എൻഡ് ഇൻ്റർവ്യൂവിൽ വരെ നോട്ട് ചെയ്യും. അതിന് ശേഷം ഇൻ്റർവ്യൂവിൽ ചായ കുടിച്ച് വന്ന് വീണ്ടും നോട്ട് ചെയ്യും. ഇങ്ങനെ കാണുന്നവർക്ക് ഈ ഒരു സിനിമയും ഇഷ്ടപ്പെടില്ല സത്യം പറഞ്ഞാൽ. ആ സിനിമയായിട്ട് കാണുക, അതായത് 2 മണിക്കൂർ 2.5 മണിക്കൂർ എല്ലാം മറന്നുകൊണ്ട് ഇങ്ങനെ ഒരു സീറ്റിൽ ഒരു സ്ക്രീനിൽ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അതിന് ഒരുപാട് ക്ഷമ വേണം. അതില്ലാത്തവരാണ് ഈ ഫുള്ളി കുറ്റങ്ങൾ കണ്ടെത്തുന്നത്. അതുപോട്ടെ, കാശ് കൊടുക്കുമ്പോൾ അതൊക്കെ കണ്ടെത്തണമല്ലോ, ഒന്നാമത്തെ കാര്യം. ഇനി പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ലോകേഷിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എപ്പോഴും പോലെ സൂപ്പർ സ്റ്റാറിനെ അതിമനോഹരമായിട്ട് അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. സൗബിൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നാഗാർജുനയ്ക്ക് നല്ലൊരു ക്യാരക്ടറാണ് അതിനകത്ത് കിട്ടിയിട്ടുള്ളത്. ഒബ്വിയസ്ലി ശ്രുതിഹാസനും സത്യരാജും അവരവരെ ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. ഇവിടെ ആകെപ്പാടെ ഒരു അധികപ്പറ്റെന്ന് പറഞ്ഞാൽ അത് അമേരിക്കാനാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഹിന്ദി സിനിമകളിൽ നിന്നും ഒരു വലിയൊരു നടനെ കൊണ്ടുവന്നിട്ട് ലോകേഷ് പാഴാക്കി എന്ന് വേണം ഒറ്റവാക്കി പറയാം. ആബ്സല്യൂട്ട്ലി അത് റോങ് ആയിട്ടുള്ള ചൂസായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അവിടെ ഇല്ലായിരുന്നു, അതിന് ആവശ്യമില്ലാത്ത ഒരു ക്യാരക്ടറാണ്. ക്ലൈമാക്സിൽ കുറച്ച് ചെറിയൊരു പഞ്ച് ലൈനിന് വേണ്ടി മാത്രം കൊണ്ടുവന്ന പോലെ ആയിപ്പോയി. ഫ്ലാഷ് ബാക്ക് അത്യാവശ്യം നന്നായിരുന്നു. പുതുതായിട്ടൊരു എക്സ്പെരിമെൻറ്റ് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഒരു സത്യരാജ് ഒരു സയൻറ്റിസ്റ്റാണ്. അയാളൊരു സംഭവം കണ്ടെത്തുന്നു. അത് ക്രിമിനൽസിന് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ അവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസിന് അത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വസ്തുവാണ്. സോ അതിൻ്റെ ബന്ധപ്പെട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അതിൽ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. എനിക്ക് ഒന്നും കൂടി പറയാനുണ്ട്. സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് സ്വമേധയാ അതിനെക്കുറിച്ചൊരു അവലോകനം ഉണ്ടാക്കുക. ഞങ്ങളെപ്പോലെയോ ഇവരെ പോലെയുള്ള ആളുകൾ പറയുന്ന പോലെ കേട്ടിട്ട് സിനിമ കാണാതിരിക്കരുത്, അതിന് നഷ്ടമാവും. അല്ലെങ്കിൽ ഇനി ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കുറേ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഭാഷ, അങ്ങനെ 6-ാം തമ്പുരാൻ, നരസിംഹം, വല്യേട്ടൻ, ഇതൊക്കെ ഒരുപാട് റിലീസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കാണുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് റിലീസ് ദിവസമോ അല്ലെങ്കിൽ അതിന് ശേഷം ഒരാഴ്ചക്ക് സമയം ഉണ്ടാവില്ല. എന്തായാലും പടം കൃത്യമായിട്ട് ഒരാഴ്ചയൊക്കെ ഓടും. അപ്പോൾ അതിനുള്ളിൽ പോയി കാണുക, ആ എക്സ്പീരിയൻസ് നഷ്ടപ്പെടാതിരിക്കുക.